ഹലോ, ഞാൻ ഇന്നുണ്ടല്ലോ പോർക്കും കായും വരട്ടിയതിന്റെ റെസിപ്പി ആയിട്ടോ വന്നിരിക്കുന്നത്. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാട്ടോ ഇത് കണ്ടത്, ഈ ക്രോഷിപ്പ് പാസ് ചെയ്യുന്ന കണ്ടത്. അപ്പൊ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ ഇതിന്റെ കൂടെ ആഡ് ചെയ്തതേ ഉള്ളേ. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഞാൻ എല്ലാം ഒന്ന് എടുത്തു വെച്ചെന്നേ ഉള്ളേ, പോർക്കും കായും എല്ലാം എടുത്തു വെച്ചെന്നേ ഉള്ളേ. എനിക്ക് പോർക്ക് കിട്ടിയ കുറച്ച് നെയ്യ് കുറവുള്ള പോർക്കാട്ടോ കിട്ടിയേക്കുന്നത്. നമ്മുടെ നാട്ടിലെ നെയ്യുള്ള പോർക്കാട്ടോ അടിപൊളി. അപ്പൊ നമുക്ക് എല്ലാം അരിയാനുള്ളതൊക്കെ അരിഞ്ഞും പറക്കി എടുത്ത് വെക്കാം. അപ്പൊ സവാളയും എന്താ പറയാ, സവാളയും പച്ചമുളകും കായും എല്ലാം ഒക്കെ നമുക്കൊന്ന് അരിഞ്ഞെടുത്തേക്കാം. നമുക്ക് ആദ്യം പോർക്കാട്ടോ വേവിച്ചെടുക്കണ്ടേ. അതിന് പോർക്ക് ഒന്ന് നല്ലതായിട്ട് വെന്തതിന് ശേഷമാട്ടോ നമ്മൾ ഏത്തക്കായ ആഡ് ചെയ്യുന്നത്. അപ്പൊ പോർക്ക് നമ്മൾ ഒരു കുക്കറിലിട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും കറിവേപ്പിലെല്ലാം ഇട്ട് കൊടുക്കുക. അതിന്റെ കൂടെ തന്നെ 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കണേ. ഇനി ഇതിന്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ഫുൾ സ്പൂൺ മുളക് പൊടി, 1 ഫുൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1/2 ടീസ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് കൈ കൊണ്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. നമുക്ക് കുക്കറിൽ നിന്ന് അടച്ചു വെച്ചിട്ട് ഒരു 4 വിസിൽ വരെ വേവിച്ചെടുക്കാം കേട്ടോ. പോർക്ക് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഏത്തക്കായ ഒന്ന് അരിഞ്ഞെടുക്കാം. പിന്നെ വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുക്കാനുണ്ട്, അതും കൂടി ചെയ്തെടുക്കാം. എനിക്ക് ഇവിടെ 4 വിസിൽ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി അത് പ്രഷർ പോയതിനു ശേഷം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാമേ. നിങ്ങളുടെ വെന്തിട്ടില്ല എങ്കിൽ ഒന്നുകൂടി അടിച്ചെടുക്കണേ. എനിക്കിവിടെ വെന്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇതിലോട്ട് ഏത്തക്ക ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തിട്ട് 1 വിസിൽ വരുന്നവരേക്കും ഒന്ന് അടിച്ചെടുക്കണേ തിരിച്ച്. പോർക്കും കായും വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ. ഒരുപാട് വെളിച്ചെണ്ണ ഒഴിക്കണ്ട കേട്ടോ, കാരണം പോർക്കിന് ഓൾറെഡി നെയ്യ് വന്നിട്ടുണ്ടാവും. ഇപ്പൊ പോർക്കിന്റെ ഉള്ളിൽ നിന്ന് നിറയെ നെയ്യ് വന്നിട്ടുണ്ട് എങ്കിൽ ആ നെയ്യ് ഒഴിച്ച് കടുക് പൊട്ടിച്ചാൽ മതി. എനിക്ക് അത്ര നെയ്യ് വന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുവാണേ. കടുക് പൊട്ടിയ ഉടനെ തന്നെ നമ്മൾ വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും കൂടി ചതച്ച് വെച്ചതും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ എണ്ണയിലിട്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടേ നമുക്ക് ഈ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാമേ. ഇനി ഇതിലോട്ടുണ്ടല്ലോ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണേ. അതിന്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണേ. എന്നിട്ട് ഇതിലോട്ട് ഒരു 2 സ്പൂൺ മീറ്റ് മസാലയും കൂടി ചേർക്കണേ. ഈ മസാല മൂത്ത് വന്നതിന് ശേഷം നമ്മുടെ പോർക്കിന്റെയും കായും വേവിച്ചതിൽ കുറച്ച് നെയ്യും ചാറും ഒക്കെ ആയിട്ടുണ്ടല്ലോ, അത് ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ട് ഈ മസാല ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പോർക്കും കായും ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഈ പോർക്കും കായും ചെറു തീയിലിട്ടിട്ട് നല്ലതായിട്ട് വരട്ടിയെടുക്കണേ. എന്നിട്ട് ഇതിലോട്ട് 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കണം. അതിന്റെ കൂടെ തന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണേ. എന്നിട്ട് ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കണേ. എന്നിട്ട് ചെറു തീയിൽ കിടന്ന് ഒരു 10-20 മിനിറ്റ് ഇങ്ങനെ വഴറ്റിയെടുക്കണേ. അപ്പൊ കണ്ടോ, നമ്മുടെ പോർക്കും കായും അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ക്രിസ്മസ് ഒക്കെ ആയിട്ട് എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ. പോകുന്ന വഴിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.